പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ UAE നാഷണൽ ഡേ ആണ്. അപ്പം ഇവിടുത്തെ പ്രവാസി മലയാളികൾക്ക് എല്ലാവർക്കും എൻ്റെ 1000 ഹാപ്പി UAE നാഷണൽ ഡേ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ടായിട്ടാണ്. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഞങ്ങൾ ഏത്തക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു ഡെസേർട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, മോഹൻലാലിൻ്റെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞ് ഒത്തിരി വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അത് ഇൻസ്പയറായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ലൊരു റെസിപ്പിയാണ്. ലൈക്ക് കാണുന്നതിന് മുമ്പേ ഞാൻ ഓർത്തു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാ ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ലൈക്ക് അതങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. പ്രത്യേകിച്ച് ഒരു പേര് എനിക്ക് കിട്ടിയില്ല. നേന്ത്രപ്പഴം ഡെസേർട്ട് എന്ന് നമുക്ക് പറയാം തൽക്കാലത്തേന്ന്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ലൈക്ക് നിങ്ങളുടെ സജഷൻ അല്ലെങ്കിൽ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു ഡിഷ് എന്നുള്ളത് താഴെ കാണുന്ന എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇങ്ങനെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ പുതിയ വ്ളോഗ്സായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കടന്നു വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വ്ളോഗ് ഫുള്ള്, അതായത് ഈ റെസിപ്പി നിങ്ങൾ ഫുൾ എൻഡ് വരെ കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നേന്ത്രപ്പഴമാണ് വേണ്ടിയത്. അപ്പോൾ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക എന്ന് പറയും. പിന്നെ നമ്മളിവിടെ ഗീ എടുത്തിട്ടുണ്ട്. ഗീ വേണം. പിന്നെ നമുക്ക് തേൻ വേണം കുറച്ച്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഷ്രെഡഡ് കോക്കനട്ടാണ്, നമ്മുടെ കോക്കനട്ട് പൗഡർ. അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട്, നമ്മുടെ തിരുമിയ കോക്കനട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിൽ ഗീ ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കണം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് അത് നെയ്ക്കകത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം. അതുവരെ നമ്മൾ ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നേന്ത്രപ്പഴം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഉടച്ചെടുക്കണം. അപ്പം നല്ലപോലെ ഇതിങ്ങനെ ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കുന്ന എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലപോലെ ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ അവിടെ ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചാണെങ്കിലും നമുക്ക് ഉടച്ചെടുക്കാം. കാരണം അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കോക്കനട്ട് പൗഡർ അല്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉള്ള കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ നമ്മൾ നോർമലി തിരുമത്തില്ലേ, അപ്പോൾ തേങ്ങ തിരുമിയിട്ട് അതിട്ട് കൊടുത്താലും മതി. ശകലം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കൂടി നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഹണി ഒഴിച്ചു കൊടുക്കുക.
അപ്പം നമ്മൾ 2 സ്പൂൺ ഹണിയാണ് ഇവിടെ ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് ഒത്തിരി മധുരം വേണ്ടെങ്കിൽ 1 സ്പൂണ് ഹണി ഇട്ടാലും മതി. കാരണം നേന്ത്രപ്പഴത്തിന് ഓൾറെഡി പഴുത്തതാണല്ലോ, അപ്പോൾ അതിന് ഓൾറെഡി ഒരു നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങളുടെ അനുസരിച്ചുള്ള മധുരം നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഫുൾ പാനേന് നല്ലപോലെ ഇങ്ങനെ ഇളകി വരണം. ആ രീതിയിൽ നമ്മുടെ ഹൽവയൊക്കെ ഇളക്കി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇളകി വരില്ലേ, അതുപോലെ പരുവത്തിൽ ഇളകി വരണം. ആ ലെവൽ വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പാനിന് നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായിരിക്കണം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു ഡെസേർട്ടാണ്, ലൈക്ക് ഹോട്ട് ആൻഡ് കോൾഡ് കോമ്പിനേഷനിൽ എടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ആ ഒരു രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ചൂടോട് തന്നെ ബൗളിൽ സെർവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം, ഏത് ഫ്ലേവർ ഐസ്ക്രീം നിങ്ങളുടെ ഞാനിവിടെ വാനിലയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഇടാം. എന്നിട്ട് ഇത് ലൈക്ക് ഹോട്ട് ആൻഡ് കോൾഡ് കോമ്പിനേഷനിലുള്ള ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ലൈക്ക് എന്തെങ്കിലും സിറപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അത് അതിൻ്റെ മണ്ടയ്ക്ക് വെറുതെ ഡ്രസ്സിങ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ലൈക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിരിക്കുന്നു. ഇത് നമുക്ക് ചൂടോടും ഐസ്ക്രീമിൻ്റെ തണുപ്പോടും തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വ്ളോഗ്സിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം. വീണ്ടും തന്നെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.